ഹലോ, നമുക്കൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കടല നമ്മൾ തലേ ദിവസം കുതിർത്ത് വെക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും കടല കുതിർന്ന് കിട്ടണം. അപ്പോൾ ഞാൻ അതേ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഞാനൊരു സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഷർ അടിച്ച് ആ വെള്ളം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും കുരുമുളകും 2 ഏലക്കയും തേങ്ങ വറുത്തത് അതൊരു വലിയ സ്പൂണിൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഈ വേവിച്ച കടലയും കൂടെ ചേർത്ത് എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്ത് ബാക്കി നമ്മൾ വേവിച്ച കടലയും കൂടെ ചേർത്ത് ഇതിപ്പോൾ ഇത്തിരി വെള്ളത്തിലാണ്, കുഴപ്പമില്ല, നന്നായിട്ട് കുറുകി വരും. 1 സ്പൂൺ നെയ്യും ഇച്ചിരി കസൂരി മേത്തിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുകി നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിന്ന് പുട്ടിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ദേ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.